ലച്ചു അടുക്കളയിലേക്ക് കയറി വല്യമ്മയും സുഭദ്രയും ഒക്കെ രാത്രിയിലേക്കുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് മാറിയേ. പിന്നിലും റോഷ്നിയുടെ ശബ്ദം കേട്ടതും വാതിലിന്റെ പടിയിൽ നിന്നിരുന്നവൾ വേഗത്തിൽ മുന്നിലേക്ക് നീങ്ങി നിന്ന് റോഷ്നി ലച്ചുവിനെ നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. മനസ്സിൽ മുഴുവനും ഉച്ചയ്ക്ക് റയാൻഷിന്റെ ബാൽക്കണിയിൽ അവന്റെ കൈക്കുള്ളിൽ അവന്റെ നെഞ്ചോട് പുറം അമർന്നു നിൽക്കുന്ന ലച്ചുവിന്റെ മുഖമായിരുന്നു. റോഷ്നി ഒന്നുകൂടെ ലച്ചുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ഫ്രിഡ്ജ് തുറന്ന കയ്യിലൊരു തണുത്ത വെള്ളത്തിന്റെ ബോട്ടിലെടുത്ത് കുടിച്ച ശേഷം ആ കുപ്പി ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചുകൊണ്ട് റോഷ്നി ലച്ചുവിനെ നോക്കി. സുഭദ്രയുടെ ഒട്ടി നിൽക്കുന്നുണ്ട്. വേറെ ആരെയും നോക്കുന്നുമില്ല. മോള് കുഞ്ഞിയുടെ കൂടെ ഹാളിലേക്ക് വെക്കോ, അവൾ ഈ വീടൊക്കെ കാണിച്ചു തരും. ചെല് കുഞ്ഞി, ഏട്ടത്തെ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. സുഭദ്ര ആദ്യം ലച്ചുവിനോടും പിന്നെ റോഷ്നിയോടുമായി പറഞ്ഞു. ലച്ചുവാണെങ്കിൽ സുഭദ്രയുടെ സാരി തലപ്പിൽ പിടിച്ചുകൊണ്ട് പോകാൻ താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. എന്തോ ആ നിൽപ്പ് കണ്ടപ്പോൾ റോഷ്നിക്കും ചിരി വന്നു. വരൂ, റോഷ്നി ലച്ചുവിനെ നോക്കി പറഞ്ഞു. അവൾ ഞാനില്ലെന്ന പോലെ ഒന്നുകൂടെ സുഭദ്രയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ചെല്ല്, രാത്രിയായില്ലേ, ഇനി രാവിലെ കാണാം. റോഷ്നിക്കൊപ്പം പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ലച്ചു പോകാതുന്നത്. സുഭദ്ര പിന്നെ നിർബന്ധിച്ചില്ല. പക്ഷേ റോഷ്നി വിട്ടില്ല. ലച്ചുവിന്റെ കൈ പിടിച്ചൊന്ന് വലിച്ചതും ലച്ചു റോഷ്നിക്ക് പിന്നാലെ ചെന്നു. ലച്ചു ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവളുടെ പിന്നാലെ നടന്നു. ഹാളിൽ ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പച്ചിക്ക് 3 മക്കളാണ്, ഒരാണും 2 പെണ്ണും. 2 ഇവിടെയുണ്ട്. മൂത്ത മകൻ അലൻ വർക്ക് ചെയ്തത് പുറത്താണ്. ഇന്ന് വരും, അതിനെ തിരക്കാം. ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച മുകളിലേക്ക് നടക്കുമ്പോൾ റോഷ്നി ലച്ചുവിനോട് പറഞ്ഞു. ലച്ചു ഹാളിൽ നിന്ന് എന്തോ പറഞ്ഞു ചിരിക്കുന്ന അപ്പച്ചിയെ നോക്കി. കുറെ നാളുകൾക്ക് ശേഷം മകൾ വരുന്ന ഒരമ്മയുടെ സന്തോഷം ആ മുഖത്ത് എടുത്ത് കാണുന്നുണ്ടായിരുന്നു. ലച്ചു മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ റയാൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഫോൺ ചെവിയിൽ വെച്ച് എന്തോ സംസാരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. നോട്ടം റോഷ്നിയിലേക്കും അവൾ പിടിച്ചിരിക്കുന്ന ലച്ചുവിന്റെ കയ്യിലേക്കും പോയി. എങ്ങോട്ടാ? ചുമ്മാ ഇവിടേക്ക് ഒന്ന് കാണിക്കാൻ. വേഗം കാണിച്ച് താഴേക്ക് വേണം, എന്നെ മുകളിലേക്ക് വരുത്തരുത്. റയാൻഷ് പറയുമ്പോൾ റോഷ്നി തലയാട്ടി. അവളുടെ കവളിൽ പതിയൊന്ന് കൊട്ടിക്കൊണ്ട് അവൻ താഴേക്ക് പോയി. ലച്ചു രണ്ടുപേരെയും മാറി മാറി നോക്കി. അവൾക്ക് പെട്ടെന്ന് ഹരി ഓർമ്മ വന്നു. കണ്ണുകൾ നിറഞ്ഞുവെന്ന് തോന്നിയ നിമിഷം റോഷ്നി അവളെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നിരുന്നു. അപ്പോഴേക്കും അപ്പച്ചിയുടെ മകൾ താഴെ അലൽ വന്നിരുന്നു. രാഗിണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നിരുന്ന ചെറുപ്പക്കാരൻ റയാൻഷിനെ കണ്ടതും ഒന്ന് ചിരിച്ചു. അവൻ തിരിച്ചും ചിരി കൊടുത്തു. വിവാഹമൊക്കെ വെള്ളത്തിലായല്ലേ? ഒരാക്കിയുള്ള ചോദ്യം റയാൻഷ് ഒന്നും മിണ്ടിയില്ല. ചെവിയിലിരിക്കുന്ന ഫോൺ കട്ടാക്കി കയ്യിൽ പിടിച്ചു. സാരമില്ലളിയ, നീ എന്റെ പെങ്ങളെ കെട്ടിക്കോ, അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കെട്ടിക്കോ. നിന്റെ ഇപ്പോഴത്തെ ഭാര്യയൊന്നും ഒന്നും ആയിരിക്കില്ല. സെറ്റിലേക്ക് ഇരുന്ന റയാൻഷിന്റെ അടുത്ത് വന്നിരുന്നുണ്ട് അവൻ പറയുമ്പോൾ റയാൻഷ് ഒന്നും മിണ്ടിയില്ല. പല്ലി കടിച്ചു പിടിച്ചവളിലെ ദേഷ്യം മടക്കി പിടിച്ചു. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കളിയും ചിരിയും സംസാരവും ഒക്കെയായിരുന്നു. റയാൻഷ് മാത്രം അതിലൊന്നും താല്പര്യമില്ലാതെ കയ്യിലുള്ള ഫോണിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടതും മേലിലട ശ്രദ്ധ അങ്ങോട്ട് പോയി. വാതിലിന്റെ ഭാഗത്തേക്ക് പോയി അകത്തേക്ക് വരുന്ന ശിവശങ്കരന്റെ പിന്നിൽ ഹരിയെ ഉണ്ടായിരുന്നു. ഹരിയെ കണ്ടതും ഈ വരവ് പ്രതീക്ഷിച്ചതുപോലെ റയാൻഷ് കയ്യിലുള്ള ഫോൺ ഓഫാക്കി അവനെ ഒന്ന് നോക്കി. സുഭദ്രയുടെയും ശിവശങ്കറിന്റെയും മുഖത്ത് മാത്രം ഒരു ചിരിയുണ്ട്. ബാക്കിയുള്ളവരുടെയൊക്കെ മുഖം കടുപ്പത്തിലാണ്. എന്തൊക്കെയോ പറഞ്ഞിട്ട് അവന്റെ പെങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുപോയതാണ്. പിന്നെ നാണമില്ലാതെ കയറി വന്നല്ലോ എന്നൊരു ഭാവമാണ് ബാക്കിയുള്ളവരുടെ മുഖത്ത്. എന്താണാവോ? മുത്തശ്ശനാണ്. ഹരി അദ്ദേഹത്തെ ഒന്ന് നോക്കിക്കൊണ്ട് റയാൻഷിന്റെ അടുത്തിരുന്നു. മറുപടി ഒന്നും കൊടുത്തില്ല. എന്റെ പെങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് കരുതി അവളെ കാണാൻ വരില്ലെന്നോ അവളുടെ കാര്യങ്ങളിൽ ഇടപെട്ടില്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പൊച്ചച്ചീറ്റയുടെ അവൻ പറയുമ്പോൾ അതിലെല്ലാവർക്കുമുള്ള മറുപടി ഉണ്ടായിരുന്നു. അലൻ അയാളെ മനസ്സിലാവാതെ റയാൻഷിനെ നോക്കി. അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഗൗരവം തന്നെ. ഇവിടെ എന്റെ പെങ്ങൾക്ക് സുഖമാണോ ദുഃഖമാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ. അതറിയണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരണം. ഹരി പറയുമ്പോൾ ആരും പിന്നൊന്നും മിണ്ടിയില്ല. ഹരി അലന്റെ മുഖത്തേക്ക് നോക്കി. കാണാത്തൊരു മുഖം. പിന്നെ ചുറ്റും നോക്കി. കുറേയുണ്ടല്ലോ. ഈ നാട് വാങ്ങിക്കാനുള്ള ക്യാഷ് കയ്യിലുള്ള ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് വേറെ വീടുകൾ വെച്ച് മാറിക്കൂടെ? ലക്ഷ്മി മുകളിലുണ്ട്, പോയി കണ്ടോളൂ. സുഭദ്ര പറഞ്ഞതും ഹരി സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് റയാൻഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. റയാൻഷ് ഹരി ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും കയ്യിലുള്ള ഫോൺ ഓണാക്കി അതിലേക്ക് മുഖം പൂഴ്ത്തി. ചുറ്റും നടക്കുന്ന സംസാരമൊന്നും അവനെ ബാധിക്കുന്നില്ലെന്ന പോലെ. ഹരി മുകളിലേക്ക് നടന്നു. അവന്റെ ഫോണിലേക്ക് ലച്ചു വിളിച്ചത് കാണാഞ്ഞിട്ടല്ല, ഓഫീസിൽ ഒത്തിരി തിരക്കിലായിരുന്നു. എല്ലാം തീർത്ത് വേഗത്തിൽ ഇങ്ങോട്ട് ഓടി വന്നതാണ്. ഒന്ന് കണ്ടാലും മനസ്സിന് സമാധാനം കിട്ടുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് വന്നത്. ഇവിടെയുള്ളവരുടെ മുഖം ആലോചിക്കുമ്പോൾ വരേണ്ടെന്ന് കരുതിയാലും ഈ നിമിഷം അതിന് കഴിയില്ലെന്ന് തോന്നിയപ്പോൾ ഓടി വന്നതാണ്. സ്റ്റെപ്പ് കയറിൽ ആദ്യം തന്നെ വലിയൊരു ഹാളാണ്.
അവിടെ നിന്ന് നോക്കിയാൽ ഒത്തിരി റൂമുകൾ കാണാം. ഏറ്റവും അവസാനത്തെ ഒരു കോമൺ ബാൽക്കണിയും ചെറുതായി ഇരുട്ട് പടർന്ന ആ ബാൽക്കണിയിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയതും ഹരി അങ്ങോട്ട് നടന്നു. മുന്നോട്ട് നടക്കുമ്പോൾ അവന്റെ കണ്ണുകളൊന്ന് കുറുകി. മങ്ങി വെളിച്ചത്തിലും മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ വസ്ത്രം അവന്റെ കണ്ണിലുടക്കി. ഒരു ടീഷർട്ടും ഒരു പാന്റുമാണ് വേഷം. കഴുത്തിന് താഴേക്ക് ഇറങ്ങിക്കിടക്കുന്ന മുടിയും. ഹരി വേഗം അവിടുന്ന് തിരിഞ്ഞു. ലച്ചു അല്ലെന്ന് മുഖം നോക്കാതെ തന്നെ അവന് മനസ്സിലായി. അതുകൊണ്ടാണ് മുന്നോട്ട് പോകാതിരുന്നത്. എക്സ്ക്യൂസ് മീ. ഹരി തിരിഞ്ഞെന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ചതും അവൾ ഹരിക്ക് നേരെ തിരിഞ്ഞു. ബാൽക്കണിയിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. എവിടുന്നോ അടിക്കുന്ന മഞ്ഞ് വെളിച്ചത്തിൽ ആ തൊടുത്ത മുഖം ഹരി കണ്ടു. ഹരി ആ സമയം അവിടെ കണ്ട റോഷ്നിയുടെ കണ്ണുകളൊന്ന് കുറുകി. ഇയാളെന്താ ഇവിടെ എന്ന പോലെ. ലച്ചു എവിടെയാണെന്ന് അറിയോ? ഓ അതാണ്. റോഷ്നി അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ നേരെ കൈ ചൂണ്ടി ഹരി തലയാട്ടിക്കൊണ്ട് അങ്ങോട്ട് നടന്നു. റോഷ്നി അവൻ പോകുന്നതും നോക്കിയൊന്നു നിന്ന് ഹരി പോയി വാതിൽ തട്ടി. ബാത്റൂമിൽ പോണമെന്ന് പറഞ്ഞു പോയതാ. ബാത്റൂമിലാകും വരും. പിന്നിലും റോഷ്നി പറയുമ്പോൾ ഹരി തട്ടൽ നിർത്തി. റോഷ്നി അവനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് ഇരുട്ടിലേക്ക് നോക്കി. ഹരി കുറച്ചു നേരം വാതിലിന്റെ അവിടുന്ന് ശേഷം അവനും ബാൽക്കണിയിൽ വന്നു നിന്ന്. നല്ല മഴ പെയ്ത് തോർന്നതിന്റെ അവശേഷിപ്പ് എന്ന പോലെ ചെറുതായി മഴ ചാറുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുപോലെ അതിലേക്ക് നോക്കി നിന്നു. ഹരി അടുത്തു നിന്നും റോഷ്നി മുഖം ചേരിച്ചുകൊണ്ട് അവനൊന്ന് നോക്കി. പിന്നെ തിരിഞ്ഞ് ലച്ചുവിന്റെ അടഞ്ഞ വാതിലേക്ക് നോക്കി. ശേഷം വീണ്ടും ചാറ് തുടങ്ങി മഴയിലേക്ക് നോക്കി. അമ്മ എങ്ങനെയാ മരിച്ചത്? റോഷ്നി പെട്ടെന്ന് ചോദിച്ചതും ഹരി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അവളുടെ നോട്ടം പുറത്തേക്കാണ്. ഹരിയൊന്നും മിണ്ടാതെ അവൾ നോക്കി നിൽക്കുക മാത്രം ചെയ്തു. അമ്മ പറഞ്ഞു ഏട്ടത്തേക്ക് അമ്മയില്ലെന്ന്. ഞാൻ ആ സ്ത്രീയെ കണ്ടപ്പോൾ നിങ്ങളുടെ അമ്മയാണെന്ന് കരുതി. എങ്ങനെയായിരുന്നു മരിച്ചത്? ഒരിറ്റ സഹതാപമോ സങ്കടമോ ഇല്ലാതെയുള്ള ചോദ്യം. ഹരിക്ക് അവളുടെ വാക്കുകൾ കേട്ട് ഞെട്ടലും ദേഷ്യവും അങ്ങനെ എന്തൊക്കെയോ തോന്നി. ഇന്ന് വരെ കാണാത്ത ഒരു പെൺകുട്ടി ആദ്യമായി ചോദിച്ചത് അമ്മ എങ്ങനെ മരിച്ചെന്ന്. അത് കേൾക്കുന്നയുള്ള മാനസികാവസ്ഥ അറിയാത്ത പോലെ. നീ ഇവിടുത്തെ ആരാ? ഹരിയുടെ തിരിച്ചുള്ള ചോദ്യം. അതിൽ ഞെട്ടിയത് റോഷ്നിയാണ്. അങ്ങനൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചില്ല. ആകെയുള്ള ഒരേയൊരു അളിയന്റെ ഒരേയൊരു പെങ്ങളെ അറിയില്ല എന്നതായിരുന്നു അവളുടെ സംശയം. റയാൻഷിന്റെ പെങ്ങൾ റോഷ്നി. ഹരിയുടെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അവനെന്ന് പുച്ഛിച്ച് ചിരിച്ചു. റയാൻഷിന് ഒരു പെങ്ങളുണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇന്ന് വരെ ഇങ്ങനെ ഒന്നിനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഏട്ടന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തമല്ലേ ഇതിലൂടെയും ഓടുന്നത്. ഇതിലും വലിയ വാക്കുകൾ പ്രതീക്ഷിക്കാം. ശരിക്കും എന്നെ അറിയില്ലേ? റോഷ്നി വീണ്ടും എടുത്തു ചോദിച്ചു. പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. വിവാഹത്തിന് ലച്ചുവിന്റെ മുടി പിടിച്ചു കൊടുത്തിട്ടുമുണ്ട്. അന്ന് രാത്രി ഹരി വീട്ടിൽ കയറി വന്നപ്പോൾ അവളുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ പോയി. ലച്ചുവിനെ കൂട്ടിക്കൊണ്ടുവന്നതിൽ അവളുണ്ട്. എന്നിട്ട് ഇതുവരെ റയാൻഷിന്റെ പെങ്ങളാണെന്ന് അറിയില്ലേ എന്നൊരു ഞെട്ടലായിരുന്നു അവളുടെ മുഖത്ത്. അതെന്താ നിന്നെ അറിയണമെന്ന് നിർബന്ധമുണ്ടോ? ഹരി തിരിച്ചു ചോദിച്ചു. റോഷ്നി അവനെ ഒന്ന് തുറച്ചു നോക്കി. ഹരി അവളെ നോക്കി പേടിപ്പിച്ചേണ്ട നോട്ടം പുറത്തെ ഇരുട്ടിലേക്കാക്കി. സംസാരിച്ചു തുടങ്ങിയതൊരു വിഷയമാണെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് വേറൊരു വിഷയമാണ്. ഒന്നിനും ഒരു ക്ലാരിറ്റി വന്നില്ല. മോൻ ലച്ചുവിനെ കണ്ടില്ലേ? പിന്നിലുള്ള സുഭദ്രയുടെ ശബ്ദം കേട്ടതും ഹരിയും ലച്ചുവും ഒരുപോലെ പിന്നിലേക്ക് തിരിഞ്ഞു നിന്നു. ഹരി അവരെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. ഈ വീട്ടിലാകെ മനുഷ്യജീവിയാണ്, സ്നേഹമുണ്ടെന്ന് തോന്നിയ ഒരേ മുഖം. ഇല്ല, ലച്ചു ബാത്റൂമിലാണെന്ന് പറഞ്ഞു. ഇവിടെ കാത്തുന്നതാ, ഹരി പറഞ്ഞു. സുഭദ്ര അവനെ നോക്കി ചിരിച്ചു. റോഷ്നി ഹരിയെ നോക്കി ഒരു ചെറുചീരിയോടെ നിൽക്കുന്നുണ്ട്. ഇത്ര നേരം ആ മുഖത്ത് എടുത്താൽ പൊങ്ങാത്ത ഗൗരവവും പുച്ഛവുമായിരുന്നു. ഇപ്പോഴത്തില്ല, തികച്ചും ശാന്തമായ മുഖമാണ്. അമ്മേ. സുഭദ്ര അവരിലും തിരിഞ്ഞു നടന്നതും ഹരി പെട്ടെന്ന് വിളിച്ചു. സുഭദ്ര ആ നിമിഷം തന്നെ തിരിഞ്ഞു നോക്കി. അങ്ങനെ വിളിക്കാലോ അല്ലേ? പെട്ടെന്നുള്ള ഒരു തോന്നൽ വിളിച്ചു പോയതാണ്. വിളിച്ചു പോയതിനു ശേഷമാണ് അങ്ങനെ ചിന്തിച്ചത്. സുഭദ്ര ഒന്നും മിണ്ടാതെ ഹരിയുടെ കവിളിന്ന് തലോടി. അതിലുണ്ടായിരുന്നു ഹരിക്ക് വേണ്ട ഉത്തരം. ലച്ചുവിന് ഒന്നും അറിയില്ല. വീട്ടിൽ അടുക്കളയിലൊന്നും കയറില്ല. ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇതുവരെയും ചെയ്ത് ശീലിച്ചിട്ടില്ല. പതിയെ പതിയെ അവൾ പഠിച്ചെടുക്കും. അതുവരെ അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിന് തന്റെ പെങ്ങളെ ഇങ്ങോട്ട് പണിയെടുക്കാൻ കൊണ്ടുവന്നതാണോ? ഹരി പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് അടുത്ത് നിൽക്കുന്നവൾ ശബ്ദമുയർത്തി. ഹരി മുഖം ചേരിച്ചുകൊണ്ട് റോഷ്നിയെ നോക്കി. എവിടേക്കോ ഏട്ടന്റെ മുഖച്ഛായുണ്ട്. സ്വഭാവം ഏതാണ്ട് അങ്ങനെ തന്നെ. കുഞ്ഞി. സുഭദ്ര ശാസനോടെ വിളിച്ചതും ഹരി അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി. ഈ ഒന്നിന് ഇത്രയും പോന്ന പെണ്ണിനെയാണോ കുഞ്ഞെന്ന് വിളിക്കുന്നത്? അപ്പൊ ശരിക്കുമുള്ള കുഞ്ഞ് എന്ത് വിളിക്കണം? അല്ല പിന്നെ ഇയാൾ പറയുന്നത് കേട്ടില്ലേ, അടുക്കള പണിയെന്ന് മാറിയില്ലെന്ന്. അതിനല്ല എന്റെ ഏട്ടൻ തന്റെ പെങ്ങളെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. ഇവിടെ ജോലിക്ക് ആളുകളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ സുഖത്തിൽ ലക്ഷ്മി ഏട്ടത്തി ഇവിടെ കഴിയും. റോഷ്നി പറയുമ്പോൾ ഹരി അവളെ നിന്ന് തുറച്ചു നോക്കി. ഈ പറഞ്ഞത് എപ്പോഴും പറയണം. റയാൻഷിന്റെ പെങ്ങളെ
പറയും ലക്ഷ്മിയുടെ ആങ്ങളെ. റോഷ്നിയുടെ മറുപടിയിൽ ഹരി ഒന്ന് പല്ല് കടിച്ചു. ഏട്ടന്റെ മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്നത് തന്നെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നില്ല. അപ്പോഴാണ് അവന്റെ പെങ്ങളുടെ വായിലിട്ട് അലക്കം കേൾക്കുന്നത്. ഏട്ടാ. ലച്ചുവിന്റെ ശബ്ദം കേട്ടത് 3 പേരും ലച്ചുവിനെ നോക്കി. ഹരി വേഗത്തിൽ അവളുടെ അടുത്തേക്ക് നടന്നു. ലച്ചു ഓടി വന്നവളുടെ നെഞ്ചിലേക്ക് വീണു. ഹരി 2 കൈകൾ കൊണ്ടും അവളെ മുറുക്കെ പുണർന്ന് നെറ്റിയിൽ അമർത്തി മുത്തി. ശേഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ റൂമിലേക്ക് കയറി. നിനക്ക് എന്താ കുഞ്ഞി? ആ മോന്റെ പെങ്ങളോടുള്ള കരുതൽ കൊണ്ട് പറഞ്ഞതല്ലേ? നാളെ നിന്നെ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടാലും നിന്റെ ഏട്ടന്മാർ നിന്റെ ഭർത്താവിനോട് ഇങ്ങനെയാ പറയൂ. എന്റെ ഏട്ടന്മാർ ഇങ്ങനെയൊന്നും പറയില്ല. അതും പറഞ്ഞിട്ട് കെറുപട റോഷ്നി അവിടുന്ന് ചവിട്ടി കുലുക്കി പോകുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ട് സുഭദ്രയും അവൾക്ക് പിന്നാലെ നടന്നു. ലച്ചുവിന്റെ റൂമിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ റോഷ്നി അകത്തേക്ക് നോക്കി. ലച്ചുവിനെ ബെഡിലിരുത്തി അവളുടെ 2 കവിളിന്റെ മൊക്കെ തുടച്ചു കൊടുക്കുന്ന ഹരിയെ നോക്കി അവൾ ചുണ്ടുകൂട്ടി. ഓ, ലോകത്ത് വേറെ ആർക്കും പെങ്ങളില്ലാത്ത പോലെ. അവൾ പിറുപിറുക്കുമ്പോൾ സുഭദ്ര അവളെ തറയിലൊന്ന് കൊട്ടി. നിന്നെ ഒന്ന് കെട്ടിച്ചു വിടട്ടെ. നിന്നെ 2 ഏട്ടന്മാരുടെയും പുന്നാരിക്കൽ കാണണമെങ്കിൽ ഒന്നും ആവില്ല. സുഭദ്ര പറയുമ്പോൾ റോഷ്നി ഒന്നും മിണ്ടാതെ താഴേക്ക് നടന്നു. പിന്നാലെ സുഭദ്രയും. മതി കരഞ്ഞത്. ഞാൻ വന്നതായോ ഇപ്പൊ പ്രശ്നം? വീണ്ടും വീണ്ടും കരയുന്നവരുടെ മുഖം നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. ലിച്ചു അവന്റെ നെഞ്ചിൽ കിടന്ന് തേങ്ങുന്നുണ്ട്. ലിച്ചു, കരച്ചിൽ നിർത്തറ, ഏട്ടൻ പോകുവേ. ഹരി പറഞ്ഞതും ലച്ചു മുഖമുയർത്തി അവനിന്ന് നോക്കി. ഹരി ലച്ചുവിനെ നെറ്റിയിലൊന്ന് മുത്തി. എന്താടാ? ഒറ്റയ്ക്കായ പോലെ തോന്നേട്ടാ. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, പക്ഷേ ആരും എന്റെ അല്ലാത്ത പോലെ തോന്നാ. റയാൻഷും? ഹരി തിരിച്ചു ചോദിച്ച അതാണ്. ലച്ചു ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. പിന്നെ അല്ലെന്ന് തലയാട്ടി ഹരി ഒന്ന് ചിരിച്ചു. ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എനിക്ക് പേടിയാ. കാണുന്നവരൊക്കെ ഒരുമാതിരി നോട്ടം, വെറുപ്പോടെ നോക്കുന്ന പോലെ. അമ്മയും കുഞ്ഞിയും അച്ഛനും ഏട്ടനും മാത്രമേ വെറുപ്പോടെ നോക്കാത്തുള്ളൂ. ബാക്കിയെല്ലാം കണക്കാ. എനിക്ക് പേടിയാവേട്ടാ. അതും പറഞ്ഞിട്ട് ലച്ചു ഹരിയുടെ നെഞ്ചിലേക്ക് ചാരുമ്പോൾ ഹരിയുടെ കണ്ണുകൾ അവൾ പറയുന്നതെല്ലാം കേട്ട് അവരെ നോക്കിക്കൊണ്ട് വാതിൽക്കൽ കൈയും കെട്ടി നിൽക്കുന്ന റയാൻഷിലായിരുന്നു. ഹരിയുടെ നെഞ്ചിൽ ചാരിയിരിക്കുന്ന ലച്ചുവിനെ നോക്കിക്കൊണ്ട് തന്നെ റയാൻഷ് അകത്തേക്ക് കയറി. ഹരി അവൻ്റെ നോട്ടം മാറ്റി ലച്ചുവിന്റെ തലമുടിയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. റയാൻഷ് റൂമിന്റെ അകത്തേക്ക് കയറിയപ്പോഴാണ് ലച്ചു റയാൻഷിനെ കണ്ടത്. അവൾ ഹരിയുടെ നെഞ്ചിൽ നിന്ന് മുഖം അമർത്തി മാറ്റി റയാൻഷിനെ നോക്കി. അവൻ 2 പേരെയും നോക്കിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവനില്ലേ കൂടെ. വന്ന് കിരി ദിവസമല്ലേ, അങ്ങനെയൊക്കെ തോന്നും. ഇനി അങ്ങോട്ട് പതിയെല്ലാം ശരിയാകും, പേടിക്കണ്ട കേട്ടോ. ഹരി പറയുമ്പോൾ ലച്ചു തലയാട്ടി. അവളെക്കാൾ പേടിയും ടെൻഷനും ഒക്കെ അവനുമുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിച്ചാൽ അവൾ ഒന്നുകൂടെ പേടിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കുറച്ചു നേരം ലച്ചുവിനോട് സംസാരിച്ച ശേഷം ഹരി തുറന്നു കിടക്കുന്ന ബാൽക്കണിയിലേക്ക് നടന്നു. ഹരി പോന്ന് നോക്കി ലച്ചു ബെഡിൽ തന്നെ ഇരുന്നു. അവർക്കിടയിൽ ഒരു സംസാരത്തിന് അവൾ വേണ്ടെന്ന പോലെ. ഹരി ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോൾ റയാൻഷ് റൈലിംഗിൽ ചാരി നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഹരി അവന്റെ അടുത്ത് അതുപോലെ പോയി നിന്നു. റൈലിംഗിൽ 2 കൈകളും പിടിച്ച മുന്നിലേക്ക് നോക്കിക്കൊണ്ട്, ഒന്നില്ലെങ്കിൽ നീയായിട്ട് നിന്റെ വീട്ടുകാരെ നിലയ്ക്ക് നിർത്തിക്കോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ നിലയ്ക്ക് നിർത്തും. കുറച്ചു നേരത്തെ നിശബ്ദയ്ക്ക് ശേഷം ഹരി പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ പറയുമ്പോൾ പേടിയുടെ കരഞ്ഞുകൊണ്ട് ലച്ചു നേരത്തെ അവനോട് പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ. റയാൻഷ് ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഹരി ഇത്തിരി കടുപ്പിച്ച് തല ചേരിച്ചുകൊണ്ട് അവനെ നോക്കി വിളിച്ചു. ആ സമയം ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് അവനും ഹരി എന്ന് നോക്കി. ആദ്യം നീ നിന്റെ പെങ്ങളെ കരച്ചിലൊന്ന് നിർത്തിത്താ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ഈ കണ്ണിൽ വെള്ളം നിറച്ചു നിൽക്കുന്നത് ശരിയല്ല. അത് കാണുമ്പോൾ പറയുന്നവർ ഒന്നുകൂടെ അധികം പറയും. അതിന് റയാൻഷ് പറഞ്ഞു തുടങ്ങിയതേ ഹരി അവന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പുരികം ചൊളിച്ചു. പറ, അതിന്? അവൾ അങ്ങനെ കരയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അവളെ വായിൽ തോന്നിയതൊക്കെ പറയാന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞു? ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ. റയാൻഷ് ഹരിയുടെ നേരെ നിന്നുകൊണ്ട് മോരണ്ടു. സമാധാനത്തിൽ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തുടങ്ങിയ സംസാരമാണ് 2 പേരും. പക്ഷെ കയ്യിൽ നിന്ന് പോയി. നീ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥം തന്നെയാണ്. എന്റെ കുഞ്ഞ് കരയാതിരിക്കണമെങ്കിൽ നിന്റെ വീട്ടുകാരെ വാ നീ അടപ്പിക്കേ, അല്ലെങ്കിൽ അവളെ കൊണ്ട് നീ വേറെ എങ്ങോട്ടെങ്കിലും പോ. വിവാഹം കഴിഞ്ഞെന്ന് കരുതി എനിക്ക് എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അവൾക്ക് വേണ്ടി വീട്ടുകാരെയും വീട്ടുകാർക്ക് വേണ്ടി അവളെയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് 2 പേരെയും വേണം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നിൽക്കാൻ പഠിക്കണം. എൻ്റെ ലച്ചു കാരണം നിന്റെ കുടുംബത്തിലുള്ള ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിന്റെ കുടുംബത്തിലുള്ളവർ കാരണം എൻ്റെ ലച്ചുവിന് ഒരു പ്രശ്നവും പാടില്ല. മനഃപൂർവ്വം ഇങ്ങോട്ടൊരു പ്രശ്നത്തിന് വരുന്നവരുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിന്നാൽ അവർ വീണ്ടും വീണ്ടും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറയുന്നത് പോലെ അങ്ങോട്ട് മറുപടി കൊടുത്താൽ പിന്നെ അവരാരും ഒരു പ്രശ്നത്തിന് വരില്ല. അത് നിന്റെ പെങ്ങൾക്കറിയില്ലേ? റിയാൻഷ് അവന്റെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ ഹരിയോട് പറഞ്ഞ് മനസ്സിലാക്കി. റിയാൻഷിന്റെ ഉള്ളിലുള്ള ചിന്തയല്ല ഹരിയുടെ ഉള്ളിലുള്ളത്.
റയാൻഷ് അവന്റെ കുടുംബത്തെയും ചേർത്ത് നിർത്താനാണ് നോക്കുന്നത്. ലച്ചുവിനും അവർക്കിടയിൽ അവൻ ഇടപെടുന്നതിനേക്കാൾ നല്ലത് അവളെ തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതാണ് നല്ലതാണ് അവൻ ചിന്തിക്കുന്നത്. എന്റെ പെങ്ങൾ നിന്റെ ആരാ? രണ്ടു കൈയും നെഞ്ചിൽ പിണച്ചു കേട്ടിക്കൊണ്ടുള്ള അവന്റെ ആ ചോദ്യം കേട്ട റയാൻഷ് കണ്ണുകൾ മുറുക്കി അടച്ചെന്ന് തുറന്നു. മുഖം അടച്ചെന്ന് കൊടുക്കാൻ റയാൻഷിന്റെ കൈ തരിക്കുന്നുണ്ട്. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ഒരു പ്രശ്നമാക്കുമോ എന്നവൻ ഭയക്കുന്നു. പറ, എന്റെ പെങ്ങൾ നിന്റെ ആരാ? അവൾക്ക് കരയാനെ അറിയാമെങ്കിൽ അത് നീ പറഞ്ഞ് മനസ്സിലാക്കണം. പറ, എന്റെ പെങ്ങൾ നിന്റെ ആരാ? അവൾക്ക് കരയാനെ അറിയുമെങ്കിൽ അത് നീ പറഞ്ഞ് മനസ്സിലാക്കണം. എത്ര തവണ വന്ന് കയറിയത് മുതൽ ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കേൾക്കണ്ടേ? ജനിച്ചപ്പോൾ മുതൽ പഠിപ്പിച്ചു കൊടുത്തത് ഒരു ദിവസം കൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. റിയാൻഷ് ഹരിയുടെ മുഖം മാറ്റി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഹരി കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി. ആ പറഞ്ഞതിലെ കുത്തൽ അവന് മനസ്സിലായി. പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഹരി അവളെ പഠിപ്പിച്ചത് അവൾ പഠിച്ചത്. ഓ അങ്ങനെ. ഇനിയിപ്പോ എന്റെ വളർത്ത ദോഷമാകും. അതെ, അത് തന്നെയാണ്. പെൺകുട്ടികളെ ഇങ്ങനെയല്ല വളർത്തേണ്ടത്. തെറ്റ് കണ്ടാൽ പ്രതികരിക്കാനും പറ്റാത്തത് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനും പറഞ്ഞു കൊടുത്ത് തൻ്റെ ഇടിയെ വളർത്തണം. അല്ലാതെ ഇതുപോലെയല്ല. അങ്ങനെ ഒന്നിനെ ഞാൻ കുറച്ചു മുൻപ് കണ്ടു. റോഷ്നിയുടെ മുഖം ഓർത്തുകൊണ്ട് ഹരി പറയുമ്പോൾ റിയാൻഷ് മനസ്സിലാവാതെ അവനെ നോക്കി. എന്റെ പെങ്ങളെ ഞാൻ വളർത്തിയത് നല്ല രീതിയിൽ തന്നെയാണ്. തെറ്റും ശരിയും നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് സ്നേഹവും ക്ഷമയും പറഞ്ഞു കൊടുത്ത് നല്ലൊരു പെൺകുട്ടിയെ തന്നെയാണ് വളർത്തിയത്. അല്ലാതെ നിന്റെ പെങ്ങളെ പോലെ കണ്ണിൽ ചോരയില്ലാത്ത അഹങ്കാരിയായിട്ടല്ല. ഹരി പറഞ്ഞത് റിയാൻഷിനെ കൊണ്ടെന്ന് പറഞ്ഞാൽ നന്നായി തന്നെ കൊണ്ടു. അഹങ്കാരിയാവണം ഹരി. പെൺകുട്ടികൾ ഇത്തിരി അഹങ്കാരിയാവണം. സ്വാർത്ഥത കാണിക്കണം. എങ്കിലേ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂ. കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലേ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയൂ. അത് നിന്റെ പെങ്ങൾക്കില്ല. അങ്ങനെ വരുമ്പോ എപ്പോഴും കരഞ്ഞു പിഴിഞ്ഞു മിരിക്കേണ്ടി വരും. റിയാൻഷ് പറഞ്ഞു നിർത്തിയിട്ടും ഹരിയുടെ ഭാഗത്തു നിന്ന് മറുപടിയൊന്നും വന്നില്ലെന്ന് കണ്ടതും അവൻ മുഖം ചേരിച്ചുകൊണ്ട് ഹരിയെ നോക്കി. റിയാൻഷിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ പറഞ്ഞ ആ വാക്കുകൾ എവിടെയോ അവനെ കൊണ്ടു. ഇത്ര നല്ലവളായ ഭാര്യ എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ ഭാര്യ ചീത്തയാക്കാൻ പറ്റുമോ നോക്കട്ടെ. എൻ്റെ ലെവലിൽ അവളെത്തിയാൽ പിന്നെ സങ്കടപ്പെടേണ്ടി വരില്ല. അതെ, സങ്കടപ്പെടുത്താൻ മാത്രമേ നേരം കാണൂ. ഹരി റയാൻഷിനെ കൊള്ളിച്ചുകൊണ്ട് പറയുമ്പോൾ റയാൻഷ് അവനിന്ന് തുറച്ചു നോക്കി. ഏട്ടാ. ലച്ചുവിന്റെ ശബ്ദം കേട്ടതും ഹരിയും റയാൻഷും ഒരുപോലെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഇടയ്ക്ക് എപ്പോഴോ രണ്ടുപേരുടെയും ശബ്ദം ഉയർന്നപ്പോൾ ലച്ചു വന്ന് നോക്കി വിളിച്ചതാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓഫീസിൽ നിന്ന് നേരെ ഇറങ്ങിയതാ. പോട്ടെ കളിയാ. ലച്ചുവിനോട് പറഞ്ഞിട്ട് ഹരി റയാൻഷിനെ നോക്കി. റയാൻഷ് അവനെ നോക്കിയെന്ന് തലകുലുക്കി. ഹരി മുന്നോട്ട് നടന്ന് ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. അവർ പോയതും റയാൻഷ് പുറത്തേക്ക് നോക്കി നിന്ന്. താഴെ ഹരിക്കൊപ്പം ലച്ചു മുറ്റത്തേക്ക് ഇറങ്ങുന്നതും അവനെ യാത്രയക്കുന്നതും തിരിഞ്ഞു നടക്കുന്നതുമൊക്കെ അവൻ മുകളിൽ നിന്ന് നോക്കി നിന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്ന ലച്ചു മുകളിലേക്കൊന്ന് നോക്കി. നിലാവിന്റെ വെളിച്ചത്തിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന റയാൻഷിനെ കണ്ടതും അവൾ അവിടുന്ന് നോട്ടം മാറ്റി അകത്തേക്ക് കയറി. ലച്ചു കണ്ടിരുന്നും മറിഞ്ഞതും റയാൻഷ് ദീർഘമായി നിശ്വസിച്ചു പോയി. ഈ പെണ്ണിനെ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. റിയാൻഷ് താഴേക്കിറങ്ങുമ്പോൾ ലച്ചുവിന് വേണ്ടി അവന്റെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു. താഴേക്കിറങ്ങി വന്നവൾ പിന്നെ മുകളിലേക്ക് കയറി വന്നിട്ടില്ല. സമയമൊക്കെ കുറേയായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന്റെ കണ്ണുകൾ ചുറ്റും ഓടി പാഞ്ഞു പോയത്. പക്ഷെ കണ്ടില്ല. സുഭദ്രയ്ക്കൊപ്പം അടുക്കളയിലാകുമെന്ന് അവൻ ഊഹിച്ചു. ഡിന്നർ കഴിക്കാം. റയാൻഷ് വന്നതും വല്യമ്മ ചോദിച്ചു. അവൻ തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ഡൈനിങ് ടേബിൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അവനും ഇരുന്നു. സുഭദ്രയും വല്യമ്മയും അവരുടെ മരുമക്കളുമൊക്കെ ഓരോ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. റയാൻഷ് ഇടയ്ക്കുന്ന് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോഴും ലച്ചുവിനെ കണ്ടില്ല. അവന്റെ പുരികൻ ചൊളിഞ്ഞു. കുഞ്ഞേ, ലച്ചുവിനെ കുട്ടി വാ. മുകളിലേക്ക് നോക്കി സുഭദ്ര വിളിക്കുമ്പോൾ റയാൻഷിന്റെ കണ്ണുകൾ മുകളിലേക്ക് പോയി. ഒപ്പം അവന്റെ നേരെ മുന്നിലിരിക്കുന്ന അലൻ തിരിഞ്ഞെന്ന് മുകളിലേക്ക് നോക്കി. റയാൻഷിന്റെ ഭാര്യ അത്ര മോശമാവില്ലെന്ന് അവനറിയാം. എന്നിട്ടും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. വാവ്. റോഷ്നിയുടെ കൂടെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവളെ കണ്ടതും അലന്റെ ചുണ്ടുകൾ മുഴഞ്ഞത് അതാണ്. അവനെ തന്നെ നോക്കിയിരുന്ന റയാൻഷ് മാത്രം അത് കേട്ടു. കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ അലനെ നോക്കി. അലൻ ലച്ചുവിനെ അടിമുടി നോക്കിക്കൊണ്ട് നേരെ നോക്കിയത് അവനെ കത്തുന്ന കണ്ണുകളോടെ നോക്കുന്ന റയാൻഷിന്റെ മുഖത്തേക്കാണ്. ആ നോട്ടത്തിൽ അലൻ ചിരിക്കുമെന്ന് ഭയന്നു പോയി. പിന്നെ കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു. റയാൻഷ് വെറുപ്പോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചു.